എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 70 ഇന്ന് ആരംഭിക്കണം. ഈ അധ്യായത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിനചര്യ വർണ്ണിക്കുകയാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഭഗവാൻ എഴുന്നേൽക്കും, ദേഹശുദ്ധി വരുത്തി അല്പസമയം ആത്മധ്യാനം ചെയ്യും. പിന്നെ വിസ്തരിച്ച് സ്നാനം ചെയ്ത് ഒരു ഗൃഹസ്ഥന് വിധിച്ചതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആ നിത്യ നൈമിത്തിക കർമ്മങ്ങള് വിധിയാവണ്ണം ചെയ്യും. ഉത്തമ ബ്രാഹ്മണർക്ക് കോടിക്കണക്കില് പശുക്കള് ദാനം ചെയ്യും. പിന്നീട് ലഘുഭക്ഷണം കഴിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ദേഹത്തിന് അലങ്കാരങ്ങൾ ചെയ്യും. എല്ലാവർക്കും ദർശനം കൊടുത്ത് യോഗക്ഷേമം അന്വേഷിക്കും. ഭാര്യമാര്, പുത്രന്മാര്, ബന്ധുക്കള്, ദാസീദാസന്മാര്, ഇവർക്കെല്ലാം ആവശ്യമുള്ളതെല്ലാം സാധിപ്പിച്ചു കൊടുക്കും. പിന്നീട് ഉദ്ധവൻ, സാത്വികി തുടങ്ങിയവരോടുകൂടി രാജ്യസഭയിലേക്ക് എഴുന്നള്ളും. സുധർമ്മ എന്ന സഭയില് ഭഗവാന് വേണ്ടി പ്രത്യേകം അലങ്കരിച്ചു വെച്ച സിംഹാസനത്തില് എഴുന്നള്ളിയിരിക്കും. ഉഗ്രസേന ചക്രവർത്തി തുടങ്ങിയവര് അതാത് സ്ഥലങ്ങളില് ഉപവിഷ്ടരാവും. സൂത, മാഗധ, വന്തികള്, പാട്ടുകച്ചേരി, കഥ പറയല്, ഹാസ്യാഭിനയങ്ങള് തുടങ്ങിയ ചടങ്ങുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ രാജ്യകാര്യങ്ങളുടെ ചിന്തയാണ്. സങ്കടക്കാര് വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ആദ്യം അതാണ് ചെയ്യുക. അതിന് ഭഗവാൻ വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഈ സന്ദർഭത്തില് അപരിചിതനായ ഒരാള് സങ്കടം ബോധിപ്പിക്കാനായിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു. ആരാണെന്നും എന്താണ് കാര്യമെന്നും ഭഗവാൻ ചോദിച്ചപ്പോ ആ ദൂതൻ പറഞ്ഞു, മഗധ രാജാവായ ജരാസന്ധൻ 20,800 നാട്ടുരാജാക്കന്മാരെ ജയിലില് ബന്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ ആശ്രിതന്മാരായ അവരെ ഭൈരവന് ബലി കൊടുക്കാൻ പോകുന്നു. ഹേ ഭക്തവത്സല, നിന്തിരുവടിയല്ലാതെ അവർക്ക് വേറൊരാശ്രയമില്ല. ജീവരക്ഷ ചെയ്ത് അവരെ അനുഗ്രഹിക്കണമേ. ജരാസന്ധൻ നിന്തിരുവടിയോട് 18 പ്രാവശ്യം യുദ്ധം ചെയ്തപ്പോൾ ഈ രാജാക്കന്മാര് അവിടത്തോടുള്ള ഭക്തി കാരണം ജരാസന്ധനെ സഹായിച്ചില്ല എന്നതാണ് അവരിലുള്ള കുറ്റം. നിന്തിരുവടിയോട് ബഹുമാനം കാണിക്കുക കാരണമാണ് ഇന്ന് അവര് ഈ ദുഃഖം അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ഇത് അവരുടെ പൂർവ്വ പ്രാരാബ്ധമായിരിക്കാം. ഹേ കരുണാർണവ, സർവാത്മന നിന്തിരുവടിയെ ആശ്രയിച്ചവർക്ക് ഈ പ്രാരാബ്ധം ബാധകമല്ലല്ലോ. സജ്ജനങ്ങളെ പാലിക്കുന്നവനും ദുർജനങ്ങളെ നശിപ്പിക്കുന്നവനുമായ അവിടുന്ന് ആ രാജാക്കന്മാരെ രക്ഷിക്കണമേ. ഇങ്ങനെ രാജദൂതന്റെ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ മറുപടി പറയുന്നതിന് മുമ്പായി ശ്രീ നാരദ മഹർഷി അവിടെ എഴുന്നള്ളി. ഭഗവാൻ അദ്ദേഹത്തെ അതിഥി പൂജ ചെയ്ത് സൽക്കരിച്ചു. വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. ശ്രീനാരദ മഹർഷി ഭഗവാനോട് പറഞ്ഞു, ധർമ്മപുത്ര രാജാവ് രാജസൂയ യജ്ഞം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് കുടുംബസമേതം അവിടെ വന്ന് അത് വേണ്ടതുപോലെ നടത്തി കൊടുക്കണം. യജ്ഞത്തിനായി വരുന്നവർക്കെല്ലാം നിന്തിരുവടിയോടുകൂടിയുള്ള ദർശന, സ്പർശന, സംഭാഷണാദികളാൽ ബ്രഹ്മാനന്ദം അനുഭവിക്കാറാകും. രാജസൂയം വഴി അവിടുന്ന് ലോകാനുഗ്രഹം ചെയ്യുമാറാകണം. ഇങ്ങനെ നാരദ മഹർഷി പറഞ്ഞപ്പോ സർവജ്ഞനായ ഭഗവാന് സംശയമായി. ജരാസന്ധനെ നിഗ്രഹിച്ച് രാജാക്കന്മാരെ മോചിപ്പിക്കുകയോ യാഗത്തിന് പുറപ്പെടുകയോ ഏതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ഇത് കേട്ട് നഗരവാസികളുടെയും ഭഗവാന്റെയും അഭിപ്രായം മനസ്സിലാക്കി ബുദ്ധിമാനായ ഉദ്ധവൻ അതാ മറുപടി പറയുന്നു. അത് അടുത്ത അധ്യായത്തിലാണ്. നമുക്ക് 70ാമത്തെ അധ്യായം നോക്കാം. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ സപ്തതിതമോധ്യായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാപിതാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം
നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. അധോഷസ്യുപവൃത്തായാം കുക്കുടാൻ കൂജതോ ശപൻ ഗൃഹീതകണ്ഠ്യ പതിഭിഃ പാധവ്യോ വിരഹാതുരാ. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഭഗവാൻ എന്താ അർത്ഥകാമധർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടിയ ഗൃഹസ്ഥാശ്രമികൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങള് ലോകശിക്ഷാർത്ഥം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം. പ്രാതകാലമായി എന്നറിയിക്കുന്ന കോഴികളുടെ കൂജനം കേട്ടപ്പോ ശ്രീകൃഷ്ണന്റെ ഭാര്യമാര് കോഴികളെ ശപിച്ചു തുടങ്ങി. എന്തുകൊണ്ടെന്നാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ഭാര്യമാരുടെയും അരികത്തുണ്ട്. പത്നിമാരെ കണ്ഠാശ്ലേഷം ചെയ്തുകൊണ്ട് കിടക്കുന്നു. കോഴി കൂകുന്ന ശബ്ദം കേട്ട മാത്രയിൽ തങ്ങളെ ഉപേക്ഷിച്ച് ആ പ്രാതസന്ധ്യാവന്ദനത്തിനായിട്ട് ഇപ്പൊ ഭഗവാൻ പോകും. അപ്പോ അവർക്ക് ആ കണ്ഠാശ്ലേഷ സുഖം അനുഭവിക്കാതെ അവർക്കത് അടുത്ത രാത്രി വരെ കഴിച്ചു കൂട്ടണ്ടേ എന്നുള്ള ദുഃഖം അവരെ ബാധിച്ചു. പ്രാതസന്ധ്യാസമാഗത്തെ അറിയിക്കുന്ന ഈ കുക്കുടങ്ങള് ആ കൂകാതെ ഇരിക്കുന്നതായ കുറെ നേരം കൂടി തങ്ങളുടെ അരികത്ത് തന്നെ ഭഗവാൻ ഉണ്ടാവുമല്ലോ എന്നാണ് അവരുടെ വിചാരം. കോഴി അങ്ങോട്ട് കൂകണ കേൾക്കുമ്പോ കോഴികളെ ശപിക്കുകയാണ് അവരത്. വയാംസ്യ അരൂരുവൻ കൃഷ്ണം ബോധയന്തീവ ബന്ദിന ഗായസ്വളിഷ്വനിദ്രാണി മന്ദാരവനവായുഹി. ആ പ്രഭാതമായപ്പോ ആ വികസിച്ചു നിൽക്കുന്ന മന്ദാരാദി പുഷ്പങ്ങളുടെ ആ പരിമളം ഇങ്ങനെ സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് മന്ദമാരുതിനിങ്ങനെ വീശണു. അപ്പൊ ആ പൂക്കളിലുള്ള തേൻ നുകരാനായിട്ട് പറക്കുന്ന വണ്ടുകളുടെ ശബ്ദങ്ങള് അവിടെ എങ്ങനെ മുഴങ്ങണു. അത് കേട്ടത് ആ പൂങ്കാവിലുള്ള മറ്റു പക്ഷികളൊക്കെ ഇങ്ങനെ ഉണർന്ന് ആ പ്രഭാതത്തില് മഹാരാജാവിനെ സ്തോത്രങ്ങൾ കൊണ്ട് പള്ളിക്കുറപ്പുണർത്തുന്ന ബന്ദികളെ പോലെ അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ അവർ ഉണർത്തണത് എന്ന് അതാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ പക്ഷികളുടെയൊക്കെ മനോഹര ശബ്ദങ്ങൾ അവിടെ എങ്ങനെ മുഴങ്ങണു. അതിമനോഹരമായിട്ടുള്ള പ്രഭാതം. മുഹൂർത്തം തം ദുവൈദർഭി നാമൃഷ്യദതിശോഭനം പരിരംഭണ വിശ്ലേഷാൽ പ്രിയവാക്വന്തരം ഗത. അതിശോഭനമായ ആ മുഹൂർത്തം ശ്രീകൃഷ്ണ ഭാര്യമാരായിട്ടുള്ള രുക്മിണി മുതലായവർക്ക് അസഹ്യമായിട്ട് തോന്നി. അതെന്താ അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം? അവരെല്ലാവരും ആ സമയം വരെ പ്രിയനായ ശ്രീകൃഷ്ണന്റെ കൈകളുടെ മധ്യത്തിൽ അങ്ങനെ സുഖിച്ചുകൊണ്ട് കിടക്കുക. അപ്പൊ ഈ പക്ഷി ശബ്ദ ശ്രവണ മാത്രത്താൽ ഭഗവാൻ ആലിംഗന ബന്ധത്തെ പെട്ടെന്ന് ഉപേക്ഷിച്ച് അങ്ങനെ എഴുന്നേറ്റു. അവർക്കത് വലിയ സങ്കടമായിട്ട് തോന്നി. കേവലം ദേഹാഭിമാനികളായ പുരുഷന്മാരുടെ ആലിംഗന സുഖത്തെ ഉപേക്ഷിക്കാൻ കൂടി സാധാരണ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ പരമാനന്ദ സ്വരൂപനായ പരമപുരുഷന്റെ ആ ബാഹുമധ്യത്തിൽ കിടക്കുന്ന പതിവ്രതാ ശിരോമണികളായ ഇവര് ഭർതൃവിയോഗ ദുഃഖം സഹിക്കാഞ്ഞതിൽ എന്താണ് ആശ്ചര്യം അല്ലെ? ശ്രീകൃഷ്ണനിൽ അവർക്കുള്ള അതിപ്രേമത്തെ വിവരിക്കുന്ന ഈ വർണ്ണന നിമിത്തം രുക്മിണ്യാദികള് പ്രാതകാലത്തിൽ ഉണരാതെ ഭർതൃസുഖത്തെ കാക്ഷിക്കുന്ന മൂഢ സ്ത്രീകളോട് തുല്യരാണെന്ന് ആരും വിചാരിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ രുക്മിണിയെ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. രുക്മിണിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെങ്കിലും മറ്റുള്ള സ്ത്രീകളെ ഇതുപോലെ തന്നെ ധരിക്കണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി ആ പേര് ഉപയോഗിച്ചിരിക്കണമെന്ന് മാത്രം. ആദ്യം രുക്മിണിയുടെ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭർത്താവിനോടുള്ള അവരുടെ ആ പ്രേമത്തെ സ്ഫുരിപ്പിക്കാനാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ഭാര്യമാർക്ക് ഭഗവാനോടുള്ള ആ പ്രേമം അതിപ്രേമത്തെ ഫലിപ്പിക്കാനാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. ബ്രാഹ്മേ മുഹൂർത്ത ഉത്ഥായ വാരുപസ്പൃശ്യ മാധവ ദത്യൗ പ്രസന്നകരണ ആത്മാനം തമസപരം. മായാസംബന്ധം ലേശം ഇല്ലാത്തവനാണെങ്കിലും മായയെ സ്വാധീനമാക്കി
രുക്മിണ്യാദി സ്ത്രീകളുടെ ഭർത്താവ് എന്ന ഭാവം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുലരാൻ 4 നാഴികയുള്ളതായ ആ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റു. ജലം കൊണ്ട് കയ്യ് കാല് മുതലായവ കഴുകി ശുദ്ധി ചെയ്ത് പ്രസന്നമായ അന്ധകരണം കൊണ്ട് അജ്ഞാന സംബന്ധമില്ലാതെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബോധരൂപനായ പരമാത്മാവിനെ അങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മസ്വരൂപനായിരിക്കെ ആരെയാ ധ്യാനിക്കണത് എന്ന് ശങ്കിക്കേണ്ട. ഈ പ്രവൃത്തിയൊക്കെയും ലോകശിക്ഷാർത്ഥമാണെന്നും മനുഷ്യനാട്യത്തെ അനുസരിച്ചാണെന്നും ശ്രീ ശുഖബ്രഹ്മർഷി ഇവിടെ പല ഭാഗവതത്തിൽ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കേണ്ടതാണ്. നമ്മൾ ശ്രേഷ്ഠന്മാരെ അനുഷ്ഠിക്കുന്നതിന് മറ്റുള്ളവരും പിന്തുടരും എന്നുള്ള ന്യായത്തെ അനുസരിച്ച് സാധാരണ ഗൃഹസ്ഥാശ്രമികള് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ ഉടനെ ശരീരശുദ്ധി ചെയ്ത് പരമാത്മാവിനെ ധ്യാനിക്കണം. സുഷുപ്തി അവസ്ഥയില് അന്ധകരണം ആത്മാവിൽ ലയിച്ചതുകൊണ്ട് പ്രപഞ്ചകാര്യങ്ങളെല്ലാം മറന്ന് ആത്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നതിനാൽ ഉണർന്ന ഉടനെ പൂർവ്വ അനുഭൂതമായ ആനന്ദത്തെ സ്മരിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ആനന്ദസ്വരൂപനായ ആത്മാവിനെ ധ്യാനിക്കണം എന്ന്. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ധ്യാനിക്കണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.